ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് ഈ തിങ്കളാഴ്ച ദിവസം, അതായത് മാർച്ച് 10 കടന്നു വരുന്ന ആംലക്കി ഏകാദശിയെക്കുറിച്ച് ഇന്ന് വിശദമായി നോക്കാം. ആംലക്കി ഏകാദശി എന്ന് വെച്ചാൽ നെല്ലി മരവും അല്ലെ നെല്ലിക്കയുമായി ബന്ധപ്പെട്ട ഒരു ഏകാദശിയാണ്. ഈ ഏകാദശിയിൽ നെല്ലിമരത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ നെല്ലി മരത്തെ നാം പൂജിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതുമൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുമാണ് ഈ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യ കഥയിൽ ശ്രീ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ആംലക്കി ഏകാദശി ദിവസം മാത്രമല്ല, എല്ലാ ഏകാദശി ദിവസങ്ങളിലും നെല്ലിമരത്തെ പൂജിക്കുകയും ദീപം കൊണ്ടും ധൂപം കൊണ്ടും ആരാധിച്ച് അതിനെ നമ്മൾ തൊട്ടു വണങ്ങി പ്രാർത്ഥിക്കുകയും, അതുപോലെ തന്നെ ഏകാദശി ദിവസങ്ങളിൽ തുളസി ദേവിയെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നെല്ലിമരത്തെയും പൂജിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് വസിഷ്ഠ മഹർഷി തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നെല്ലിമരത്തിൻ്റെ പ്രാധാന്യം, വിഷ്ണു പൂജയിൽ നെല്ലിമരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, സർവ്വദേവീ ദേവന്മാരും നെല്ലിമരത്തിൽ വസിക്കുന്നു. അതിൻ്റെ ഏറ്റവും മൂലം മുതൽ അഗ്രം വരെയുള്ള ഭാഗങ്ങളിൽ നെല്ലിമരത്തിലാണ് ദേവീ ദേവതമാർ സംഗമിക്കുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നു. ഇത് വിഷ്ണു പൂജയിൽ വളരെ അഗ്രഗണ്യമായ ഒരു വൃക്ഷമാണ് നെല്ലി വൃക്ഷം. വിഷ്ണു ഭക്തരായിട്ടുള്ളവരുടെ ഭവനങ്ങളിൽ ഒരു നെല്ലിമരം, തുളസി ചെടി എല്ലാവരുടെയും ഭവനങ്ങളിൽ ഉണ്ടാകും. അതിനോടൊപ്പം ഒരു നെല്ലി വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഈ ആംലക്കി ഏകാദശിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സ്പഷ്ടമായി വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഈ ആംലക്കി ഏകാദശി തിങ്കളാഴ്ചയാണ് വരുന്നത്, മാർച്ച് 10 തിങ്കളാഴ്ച. അന്ന് തന്നെ നരസിംഹ ദ്വാദശിയുമാണ്, പൂയൻ നക്ഷത്രവുമാണ്. ഇത് മൂന്നും കൂടി സംഗമിക്കുന്ന ഒരു സമയം, ഒരു ദിവസം വളരെ അപൂർവമായിട്ടാണ് കടന്നു വരുന്നത്. ആ ഒരു ദിവസം വിഷ്ണു ഭഗവാനെ നെല്ലിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തികൾക്കുണ്ടായ അനുഗ്രഹമാണ് പിന്നീട് ഇത് ആംലക്കി ഏകാദശി എന്ന പേരിൽ ഈ ദിവസത്തെ ഏകാദശിയെ അറിയാൻ തുടങ്ങിയത്. ആ വ്രതമാഹാത്മ്യ കഥ ഇങ്ങനെയാണ്. നമ്മുടെ ഈ ഭാരതവർഷം, അതുപോലെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭാരതവർഷത്തിലാണ്. അതിനു മുൻപുള്ളതാണ് കിംപുരുഷ വർഷം. ആ കാലഘട്ടത്തിൽ, ആ കിംപുരുഷ വർഷത്തിൽ ജീവിച്ചിരുന്ന മഹാനായിട്ടുള്ള ഒരു ധർമ്മനിഷ്ഠനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവായിരുന്നു ഭരതൻ. അത് വസിഷ്ഠ മഹർഷിയുടെയൊക്കെ, അതായത് നമ്മുടെ സപ്തഋഷികളിൽ ഒരാളാണല്ലോ വസിഷ്ഠ മഹർഷി. സപ്തഋഷിമാരാരൊക്കെയാണെന്ന് നമുക്കറിയാം. മരീചി മഹർഷി, അത്രി മഹർഷി, അങ്കിരിസ് മഹർഷി, പുലഹ മഹർഷി, പുലസ്ത്യ മഹർഷി, ക്രതു മഹർഷി, വസിഷ്ഠ മഹർഷി. അതിൽ വസിഷ്ഠ മഹർഷിയാണ് ഈ വ്രതമാഹാത്മ്യത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഈ നെല്ലിമരത്തെ ഈ ദിവസം പൂജിക്കുമ്പോഴുണ്ടാകുന്ന ആ ഭക്തർക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് വസിഷ്ഠ മഹർഷിയിലൂടെയാണ് നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. ഭഗവാൻ ഈ വ്രതമാഹാത്മ്യ കഥ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ വസിഷ്ഠന്റെ കാലഘട്ടത്തിൽ, ആ യുഗത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ കിംപുരുഷ വർഷത്തിലെ ശ്രേഷ്ഠനായ രാജാവാണ് ഭരതൻ. ആ ഭരതന്റെ മകനായിരുന്നു വത്സൻ. അദ്ദേഹം വളരെ അച്ഛനെ പോലെ തന്നെ പ്രതാപിയായിരുന്നു. എങ്കിലും ശത്രുക്കൾ ഒരു കാലഘട്ടമായപ്പോഴേക്കും ശത്രുക്കളെല്ലാം കൂടി ഒത്തുകൂടി ഇദ്ദേഹത്തിനെതിരെ തിരിയുകയും, അങ്ങനെ അദ്ദേഹവും ഭാര്യയും ഒഴിച്ച് ബാക്കി എല്ലാ സമ്പത്തും സൈന്യങ്ങളും എല്ലാം, രാജ്യത്തിൻ്റെ അധികാരവും സർവ്വ സൗഭാഗ്യങ്ങളും ഈ ശത്രുക്കൾ ഒന്നിച്ച് ചേർന്ന് തട്ടിയെടുക്കുകയുണ്ടായി.
അത് പഴയ കാലത്ത് പ്രതാപിയായിട്ടുള്ള രാജവംശങ്ങൾ ഉണ്ടെങ്കിലും ചില പാളിച്ചകൾ ആ ഭരണത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പിഴവുകളാണ് ശത്രുക്കളുടെ കൈകളിലേക്ക് ഈ രാജ്യത്തിൻ്റെ അവകാശം കടന്നു പോവുക എന്നുള്ളത്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ ഭാര്യ മാത്രമേ ഇനിയും തൻ്റെ കൂടെയുള്ളൂ. ഈ വത്സ മഹാരാജാവ് എന്ത് ചെയ്തു? വനത്തിലേക്ക് പോയി. അങ്ങനെ നഗ്നപാതനായി അധിക ദൂരം സഞ്ചരിച്ച് വനത്തിലെത്തി. ഒരുപാട് സഞ്ചരിച്ച ശേഷം ഒരു വനത്തിലെത്തുകയും ആ വനത്തിൽ ഒരാശ്രമം കെട്ടി അവിടെ രണ്ടുപേരും കൂടെ ജീവിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ജീവിച്ചു വരുമ്പോൾ അതിന് കുറേ അകലെയാണ് ഈ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം. അദ്ദേഹം കാണുന്നുണ്ട് ഇവർ രണ്ടുപേരും അനേക കാലം കൊണ്ട് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലമായിട്ടും ഇവർ അവിടെ നിന്ന് എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ജീവിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ വളരെ വിഷമത്തോടെ പ്രാർത്ഥനയോടെ ജീവിക്കുന്ന അവരെ ഒരു ദിവസം വസിഷ്ഠ മഹർഷി അടുത്ത് വിളിച്ചിട്ട് ചോദിക്കും, എന്താണ് നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് നിങ്ങളുടെ വിഷമം, പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജാവ് തൻ്റെ എല്ലാ ചരിത്രങ്ങളും തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കും. അപ്പോൾ വസിഷ്ഠ മഹർഷി ഇവർക്കൊരു രക്ഷ കൊടുക്കണം. അനേക കാലം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ സന്യാസിമാരെ പോലെ ജീവിക്കുന്ന ഇവരെ അവരുടെ ആ രാജകീയമായിട്ടുള്ള കർമ്മം, അവരുടെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ കർമ്മം തീർന്നിട്ടുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് കിട്ടേണ്ടത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി വസിഷ്ഠ മഹർഷി ഇവരോട് പറയുന്നു, ഇനിയും വരുന്ന ഏകാദശി, അതായത് നരസിംഹ ദ്വാദശിയും പൂയ നക്ഷത്രവും കടന്നു വരുന്ന ദിവസം വരുന്ന ഏകാദശി എന്നാണോ വരുന്നത്, ആ ഏകാദശി ആചരിക്കൂ. അതും വളരെ ഭക്തിയോടുകൂടി നെല്ലിമരത്തെ പൂജിച്ച് അതിൻ്റെ ചുവട്ടിൽ വിഷ്ണു ഭഗവാനെ ആരാധിക്കുക. മനസ്സു തുറന്ന് ഭഗവാന്റെ മുന്നിൽ തങ്ങളുടെ ആവശ്യങ്ങളും ആവലാതികളും സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ വളരെ നിഷ്ഠയോടുകൂടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപങ്ങളും ഐശ്വര്യവും എല്ലാം തിരികെ കിട്ടും എന്ന് വസിഷ്ഠ മഹർഷി ഇവരെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദിവസം സമാഗതമാകുവാൻ അവർ കാത്തിരുന്നു. അങ്ങനെ പൂയൻ നക്ഷത്രവും നരസിംഹ ദ്വാദശിയും കൂടി കടന്നു വന്ന ദിവസം, ഏകാദശിയുമായ ആ ദിവസം ഇവർ നെല്ലിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു. വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, സമർപ്പണത്തോടുകൂടി. ഇവരുടെ ആ പ്രാർത്ഥനയിൽ, ഇവരുടെ ആ കണ്ണുനീരോടുകൂടിയുള്ള യാചനയിൽ ഭഗവാന്റെ മനസ്സലിഞ്ഞു. സാക്ഷാൽ നരസിംഹമൂർത്തി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ആവശ്യം മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ ചക്രായുധത്തെ ഒരു ശരത്തിൻ്റെ രൂപത്തിൽ ആ രാജാവിന്, ആ വത്സ മഹാരാജാവിന് സമർപ്പിച്ചു. അത് നേടിയെടുത്തതിന് ശേഷം അവരെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ മറഞ്ഞു. ആ ശരം തൻ്റെ കയ്യിൽ ലഭിച്ചപ്പോൾ തന്നെ തൻ്റെ നഷ്ടപ്പെട്ട ആ സൈന്യങ്ങളെക്കാളെല്ലാം ആ സൈന്യങ്ങൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ വലിയ ശക്തിമത്തായ അനുഭവമാണ് ഈ രാജാവിന് അനുഭവപ്പെട്ടത്. അങ്ങനെ രാജാവ് തൻ്റെ ഭാര്യയോടൊപ്പം രാജ്യത്തേക്ക് പോകുന്നു. ഈ ഭഗവാൻ കൊടുത്ത ആ ഒരു ആയുധം ഉപയോഗിച്ച് ശത്രുക്കളെയെല്ലാം ഒറ്റയ്ക്ക് നിന്ന് നിഷ്കാസനം ചെയ്ത് ശത്രു നിഗ്രഹം നടത്തി തൻ്റെ നഷ്ടപ്പെട്ട പ്രതാപ ഐശ്വര്യങ്ങൾ ആ രാജ്യം വീണ്ടെടുക്കുകയും വളരെ സർവശ്രേഷ്ഠനായി, ആരാലും പരാജയപ്പെടാത്ത വിധത്തിൽ അപരാജിതനായ ഒരു ജീവിതം, സർവശ്രേഷ്ഠമായിട്ടുള്ള രാജ്യഭരണത്തിലൂടെ ഒരു ജീവിതം നയിക്കുകയും അദ്ദേഹം 1000 അശ്വമേധങ്ങളാണ് പിന്നീട് നടത്തിയത്. അത്രയ്ക്കും സമ്പത്തും ഐശ്വര്യവും ശ്രേയസ്സും ആരാലും പരാജയപ്പെടുത്താത്ത അജയ്യമായ ശക്തിവിശേഷങ്ങളുള്ള ആളായി മാറി. അതിനുശേഷം തൻ്റെ കർമ്മം തീർന്നതിന് ശേഷം സാക്ഷാൽ വിഷ്ണു ലോകത്തിലേക്ക് എത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഈ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം, ഇത് ഇങ്ങനെ ഇത്രയും ശ്രേയസ്കരമായ ഈ ദിവസം വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ
ശത്രു നിഗ്രഹം, അല്ലെ ശത്രുക്കളുടെ മേലുള്ള വിജയം, നമ്മുടെ ലക്ഷ്യപ്രാപ്തി, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി, അതുപോലെ തന്നെ കാര്യസാധ്യം, ഇവയാണ് ഈ ഏകാദശി വ്രതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഭഗവാൻ നരസിംഹമൂർത്തിയായി വന്നത് തൻ്റെ പ്രിയ ഭക്തനായ പ്രഹ്ലാദനെ അവൻ്റെ ശത്രുവായ സ്വന്തം അച്ഛനിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ശത്രു നിഗ്രഹത്തിന് വേണ്ടി വരികയും ഭക്തരക്ഷയ്ക്ക് വേണ്ടി വരികയും ചെയ്ത ആ നരസിംഹമൂർത്തിയുടെ ദിവസം കൂടിയാണ് നരസിംഹ ദ്വാദശി. ആ ദിവസം ഏകാദശിയും നരസിംഹ ദ്വാദശിയും കൂടി കടന്നു വരുന്ന ദിവസം നമ്മൾ ഏകാദശി വ്രതം, ഇപ്പോൾ വീട്ടിൽ നെല്ലിമരമില്ലെങ്കിൽ നെല്ലിക്ക വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ നെല്ലി മരത്തിൻ്റെ തൈകൾ കിട്ടുമെങ്കിൽ അത് കൊണ്ടുവന്ന് അതിനെ പൂജിക്കാം. നമ്മൾ ഏകാദശി ദിവസം അതിന് മുന്നിൽ വിളക്ക്, ദീപം തെളിക്കുക, അതുപോലെ തന്നെ ധൂപം, ചന്ദനത്തിരിയോ ഒക്കെ കത്തിക്കുക, പൂജിക്കുക, പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച് പൂജിക്കുക, അതിനെ തൊട്ട് വന്ദിക്കുക, ഭഗവാന്റെ പാദത്തിൽ വന്ദിക്കുന്നത് പോലെ തന്നെ, തുളസി ദേവിയെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ. അതുപോലെ നെല്ലിമരത്തിന് പ്രദക്ഷിണം ചെയ്യുന്നത് 1000 പശുക്കളെ ദാനം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അത് ആ നെല്ലിമരത്തിൽ ഇപ്പം 28 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ 11 പ്രാവശ്യം, അങ്ങനെ ഓരോ കണക്കുണ്ട്. അല്ലെങ്കിൽ 108 തവണ പ്രദക്ഷിണം വയ്ക്കാൻ കഴിയുന്നെങ്കിൽ 10,000 ഗോക്കളെ ദാനം ചെയ്ത ഫലം ആണ് പുരാണങ്ങളിൽ പരാമർശിക്കുന്നത്. അതുപോലെ നെല്ലിമരത്തിനും നെല്ലിക്കയ്ക്കും ഒക്കെ നാം അത് കഴിക്കുന്നതും ഭഗവാൻ സമർപ്പിക്കുന്നതും ഒക്കെ ആ ദിവസത്തെ നമ്മുടെ അനുഗ്രഹ സിദ്ധികൾ ലഭിക്കുവാൻ, അനുഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് ശത്രുതയിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മറ്റു ശത്രുക്കൾ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെ ശത്രുക്കളുടെ ശല്യം കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അങ്ങനെയുള്ള അവസ്ഥയുള്ളവരുണ്ടെങ്കിൽ ഇവർക്കെല്ലാം എടുക്കാൻ പറ്റുന്ന, അവരുടെ ജീവിതത്തിൻ്റെ ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ഏകാദശി വ്രതമാണ് ആംലക്കി ഏകാദശി. ഇത് എല്ലാ ഏകാദശിയും പോലെ ദശമി, ഏകാദശി, ദ്വാദശി ദിവസം നമ്മൾ ഒരു നേരം മാത്രം വീണ്ടും ഭക്ഷണം കഴിച്ച് ശുദ്ധ ആഹാരികളായിരുന്ന ആ ഏകാദശി പാരണയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഏകാദശി തുടരുന്നു. പാരണ സമയം ദ്വാദശി ദിവസം, അതായത് മാർച്ച് 11-ാം തീയതി നമുക്ക് സമയം, അതുപോലെ 2 ദിവസമാണ് ഈ തവണ ഏകാദശി വരുന്നത്. അത് നമ്മൾ സാധാരണയായി വൈഷ്ണവ ഏകാദശിയാണ് നമ്മൾ ആചരിക്കുന്നത്. വിഷ്ണു ഭക്തന്മാർ അത് ദ്വാദശിയും ഏകാദശിയും കൂടി ഒന്നിച്ചു വരുന്ന ദിവസമാണ്. അത് മാർച്ച് 10-ാം തീയതി തന്നെയാണ്. അതുകൊണ്ട് ആ 10-ാം തീയതി തന്നെ വ്രതം അനുഷ്ഠിച്ചിട്ട് 11-ാം തീയതി രാവിലെ 6:31-നും 8:13-നും ഇടയ്ക്കാണ് പാരണെ വീടേണ്ടത്. ഈ 2 ദിവസം ഒന്നിച്ച് ഏകാദശി വരുന്നത് കാരണം ഈ കേരളമല്ലാത്ത മറ്റ് ഇന്ത്യയല്ലാത്ത മറ്റ് രാജ്യങ്ങളിലൊക്കെ ഏകാദശിയുടെ പാരണയ്ക്കുള്ള സമയം വളരെ ചുരുങ്ങിയ സമയമേ കാണുകയുള്ളൂ. 2 ദിവസവും കൂടി കടന്നു വരുന്നത് കൊണ്ട്, അപ്പോൾ നമ്മൾ 2-ാം ദിവസം ഏകാദശി എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹരിവാസര സമയം പ്രത്യേകിച്ച് പറയണ്ട. ഈ ഏകാദശി ദിവസം ദ്വാദശിയും കൂടി കടന്നു വരുമ്പോൾ ആ ദിവസം മുഴുവൻ ഹരിവാസര സമയമായിട്ടാണ് നാം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പാരണ സമയം മാർച്ച് 11, 6:31 മുതൽ 8:13 വരെയാണ് രാവിലെ. ദശമി ദിവസം തന്നെ ഏകാദശി ദിവസത്തിൻ്റെ ഒരുക്കങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം തയ്യാറെടുക്കുക. തുളസിയില പറിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ദശമി ദിവസം ഒരു നേരം മാത്രം അരിഭക്ഷണം, ധാന്യഭക്ഷണമൊക്കെ കഴിക്കുക. മറ്റു നേരങ്ങളിൽ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുക. ഏകാദശി ദിവസം ജലം മാത്രം കുടിച്ചോ, അല്ലെങ്കിൽ ഫലങ്ങൾ കഴിച്ചോ, അല്ലെങ്കിൽ ഫലങ്ങളുടെ ജ്യൂസുകളൊക്കെ ഉപയോഗിച്ചോ, പഴങ്ങളോ പാലോ ഒക്കെ കഴിച്ചോ ഏകാദശി എടുക്കാം. ധാന്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല.
അപ്പോൾ ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആഹാര രീതിയും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നമ്മൾ ധാരാളം സമയങ്ങളിൽ ഓരോ ഏകാദശിയിലും നമ്മൾ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഏകാദശി വ്രതത്തിൽ, അതായത് ഫെബ്രുവരി 24-ാം തീയതി ആയിരുന്നു അന്ന്. ആ ഏകാദശിയെക്കുറിച്ച് ഞാൻ മുൻപ് തന്നെ വീഡിയോ ഇട്ടിട്ടാണ് കുംഭമേളയ്ക്ക് പോയത്. പക്ഷേ അതിൻ്റെ പാരണ സമയം പറയുവാൻ എനിക്ക് പിന്നീട് കഴിഞ്ഞില്ല. അത് ആ തിരക്കിൽപ്പെട്ടിട്ട് ആ സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റാതെ പോയതിൽ വിഷമമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാരണ അതുകൊണ്ട് മുൻകൂട്ടി അങ്ങ് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം എടുക്കുക. ആംലക്കി ഏകാദശി വ്രതം എടുത്ത് അവനവൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഈ ഏകാദശി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ ദാരിദ്ര്യ ദുഃഖങ്ങൾ, അങ്ങനെ നമ്മെ വിഷമിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളും ഉണ്ടാവും. സമ്പത്തിൻ്റെ കുറവ്, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ധാരാളം കാര്യങ്ങൾ കാണും. ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളൊക്കെ നമ്മൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഏകാദശി വ്രതത്തിലൂടെ നാം ചെയ്യുന്നത്. എന്താണോ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് വേണം. ഭഗവാൻ എനിക്കിതൊന്ന് സാധിച്ചു തരണേ എന്നൊന്നും പറയണ്ട. നമ്മളുടെ മനസ്സിൽ ആ വിഷയം മാത്രം വന്നാൽ മതി. ഭഗവാനെ പൂർണ്ണമായിട്ടും ആ വിഷയം ഇത് എൻ്റെതല്ല, ഭഗവാൻ എനിക്ക് തന്ന ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ എന്നെ മുന്നോട്ട് നടത്തി അതിൽ പൂർണ്ണ വിജയം എനിക്ക് ഉണ്ടാക്കി തരുവാൻ ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ. ഭഗവാൻ തരുന്ന നമ്മളെ ഓരോരുത്തരെയും ശരിയാക്കുവാൻ, കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കുവാൻ ഭഗവാൻ തരുന്ന ഓരോ പദ്ധതികൾ, വഴികൾ, ഉപാധികളാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ. ആ പ്രതിസന്ധികൾ കാണുമ്പോൾ, അത് നമുക്ക് നേരെ നേരിടുമ്പോൾ ഇവിടം കൊണ്ട് എൻ്റെ ഭക്തി തീർന്നു, അല്ലെ ഭഗവാൻ എന്നോടുള്ള അടുപ്പം കുറഞ്ഞു, അതുകൊണ്ടാണ് ഇനി ഞാൻ അടുത്ത വഴി നോക്കാം, ഭഗവാൻ എന്നിൽ പ്രസാദിക്കുന്നില്ല, ഞാൻ ഇത്രമാത്രം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും എന്നൊക്കെ കരുതി നമ്മൾ ആ വഴി ഉപേക്ഷിച്ച് വീണ്ടും നമ്മുടെ പഴയ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ദൂരം വർദ്ധിക്കുകയാണ്. പോയ വഴിയൊക്കെ നമ്മൾ പിന്നിടുമ്പോൾ വീണ്ടും ആ ദൂരം നമ്മൾ വീണ്ടും സഞ്ചരിച്ചിട്ടേ ആ പാതയിൽ എത്തുകയുള്ളൂ. ഈ ഒരു പാതയിലൂടെ നമ്മുടെ ജീവിതത്തിനൊരു രക്ഷയുള്ളൂ. അപ്പോൾ വന്ന വഴി നമ്മൾ വീണ്ടും പുറകേക്ക് പോകാതെ മുന്നോട്ട് തന്നെ പോവുക. നമുക്ക് തരുന്ന പരീക്ഷണങ്ങളാണ് ഭഗവാൻ ഓരോന്നും. ആ പരീക്ഷണങ്ങളിൽ നാം തളരാതെ നമ്മെ ആത്മബലത്തോടെ ഒരു കൈ നമുക്ക് താങ്ങായി നിന്ന് ഭഗവാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അല്ലാതെ ഇവിടം കൊണ്ട് അവസാനിച്ചു, പ്രതീക്ഷകളെല്ലാം തീർന്നു, ഇനി എന്താണ് എനിക്കൊരു മാർഗം എന്ന് ചിന്തിച്ച് അവിടെ അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ച് ധാരാളം സന്ദർഭങ്ങളില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമ്മൾ ആ ഭാഗമൊക്കെ തരണം ചെയ്ത് വന്നില്ലേ? എങ്ങനെയാണ് നാം തരണം ചെയ്തത്? ഓരോരുത്തരും പറയും ഇതൊക്കെ ഞാനായിരുന്നോ ചെയ്തത്? അന്ന് ഞാൻ ചെയ്ത എന്തെല്ലാം കാര്യങ്ങൾ, എന്ത് സാഹസികമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നും. ഇന്നും എന്നോടൊരു ആൻറ്റി എന്നോട് പറഞ്ഞു, ഒരുപാട് കിലോമീറ്റർ, ഒരുപാട് കിലോ, ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് വരെയും ആ ആൻറ്റി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് ഓരോ ദിവസവും ക്ലാസ് എടുത്തിട്ട് തിരികെ വരുമായിരുന്നു. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നു, ഞാനാണോ ഇത് ചെയ്തതെന്ന്. ഇപ്പോൾ വളരെ വലിയ ആ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ വളരെ വലിയൊരു സ്ഥാനത്തിരിക്കുകയാണ്. വനിതാ ദിനമാണ് ഇന്ന് ആ ആൻറ്റിയെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, കടന്നു വന്ന വഴികളിൽ ഉണ്ടായ തീവ്രമായ ദുരിതങ്ങളും ദുഃഖങ്ങളും ശാരീരിക ക്ലേശങ്ങളും പ്രശ്നങ്ങളും അവിടെ വെച്ച് തളർന്നു പോയിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒന്നും ആകില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ തളർച്ചയും പ്രശ്നങ്ങളും നേരിടുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചകളിൽ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ നമുക്ക് തരുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ നാം അത് മുന്നോട്ട് കടന്നു വരുവാനുള്ള ഒരു പരീക്ഷയായി കണക്കാക്കി അതിനെ തരണം ചെയ്യുവാൻ ഭഗവാന്റെ കൈപിടിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഏകാദശി എല്ലാവരും നന്നായി അനുഷ്ഠിക്കുക. ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം എല്ലാവർക്കും ലഭിക്കുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ ഉള്ളിലെ ആ ശക്തിയായ സന്തോഷമായ ആ മായയായ സർവ ജഗത് മോഹിനിയായ ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.